മാണിക്ക് പണം നൽകിയത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമെന്ന് തെളിഞ്ഞു. ബിജു രമേശ് കോടതിയിൽ നൽകിയ രഹസ്യമൊഴിയിലാണ് പരാമർശം. രഹസ്യമൊഴിയിൽ മുഖ്യമന്ത്രിക്കെതിരെ 6 സ്ഥലങ്ങളിലാണ് പരാമർശമുള്ളത്. മാണിക്ക് പണം നൽകിയ ദിവസം രാവിലെ ബാർ ഉടമകളും മുഖ്യമന്ത്രിയും കൂടിക്കാഴ്ച നടത്തി. ബാർക്കോഴ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ അറിവും സമ്മതത്തോടെയുമാണ് പണം കൈമാറ്റം നടന്നതെന്നാണ് തെളിവുകൾ വ്യക്തമാക്കുന്നത്. ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ബിജു രമേശ് നൽകിയ രഹസ്യമൊഴിയിൽ മുഖ്യമന്ത്രിക്കെതിരെ 6 സ്ഥലത്താണ് ഗുരുതര പരാമർശമുള്ളത്. 4ാം പേജിലും 5ാം പേജിലും ബിജു രമേശ് ഇങ്ങനെ പറയുന്നു: 22/3/2014 രാവിലെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ ചെന്ന് അദ്ദേഹത്തെ കണ്ടു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം രാവിലെ KM മാണിയെ കാണാനായി പോയി. പോകുന്ന വഴിക്ക് 15 ലക്ഷം രൂപ റെഡിയാക്കി വെക്കാൻ സാജു ഡൊമിനിക്, അംബാസഡർ തങ്കച്ചൻ എന്നീ ബാർ ഉടമകൾക്ക് രാജ്കുമാർ ഉണ്ണി നിർദ്ദേശം നൽകി. KM മാണിക്ക് പണം കൈമാറുന്ന ദിവസം രാവിലെ മുഖ്യമന്ത്രിയെ കണ്ടു എന്നതും പണം കൈമാറിയത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നതും വിജിലൻസ് അന്വേഷിച്ചില്ല. പേജ് 3ലും 4ലും പൂട്ടിപ്പോയ 418 ബാറുകളുടെ വിഷയത്തിൽ തീരുമാനമുണ്ടാക്കി തരാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതായും പറയുന്നു. പൂട്ടിപ്പോയ ബാറുകൾ തുറക്കുന്ന വിഷയത്തിൽ KM മാണിക്ക് കൂടുതലൊന്നും ചെയ്യാൻ കഴിയാത്തതിനാൽ ഇപ്പോൾ കൊടുത്തതിനേക്കാൾ കൂടുതൽ തുക ഇനി നൽകേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതായി പേജ് 16ലും പറയുന്നു. ഇതാകെ സൂചിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയുടെ അറിവും സമ്മതത്തോടും കൂടിയാണ് ബാർക്കോഴയിലെ ഇടപാടുകൾ നടന്നതെന്നാണ്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം.